കാരണം സൗന്ദര്യം, സുന്ദരമായ നാട് എന്നത് ഓരോരുത്തർക്കും ഓരോ സങ്കല്പങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ നാട് എന്നോട് ഏറ്റവും സ്നേഹപൂർവ്വം പെരുമാറുന്ന ആളുകളുടെ നാടാണ്. ഒരു അതിഥിയെ ആദരവോടെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആളുകളുടെ നാടാണ്. അത് ഉഗാണ്ട എന്ന രാജ്യത്തും എത്യോപ്യ എന്ന രാജ്യത്തും എനിക്ക് വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. അറബി രാജ്യങ്ങളിൽ കിട്ടിയിട്ടുണ്ട്, ലാറ്റിൻ അമേരിക്കയിൽ കിട്ടിയിട്ടുണ്ട്. USA പോലും ചില ഉൾനാടൻ ഗ്രാമങ്ങളിലെ മുത്തശ്ശിമാർ എന്നെ സ്വീകരിച്ച് എനിക്ക് സൽക്കരിച്ചിട്ടുണ്ട്. തജിക്കിസ്ഥാൻ എന്നൊരു രാജ്യത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു മുത്തശ്ശി, ഒരു വൃദ്ധ സ്ത്രീ, വളരെ ദാരിദ്ര്യം നിറഞ്ഞ പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാഷ്ട്രമാണ് തജിക്കിസ്ഥാൻ. അവിടെ ഒരു വരണ്ട മലഞ്ചരിവിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗ്രാമം കണ്ടിറങ്ങിയതാണ്. ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വൃദ്ധ സ്ത്രീ നടന്നു വരുന്നു. അവരെന്തോ അവരുടെ ഭാഷയിൽ എന്നോട് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പം ഞാൻ 3-4 തവണ ഒരേ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞ് തലയാട്ടി. എന്തോ ചോദ്യം ചോദിച്ചു, അത് ശരിയാണെന്ന് ഞങ്ങൾ സമ്മതിച്ചേക്കാമെന്നാണ് വിചാരിച്ചത്. ഉടനെ അവർ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നെ നടക്കാൻ തുടങ്ങി. ഇവർ ചോദിച്ചത് ഒരു ചായ കുടിച്ചിട്ട് പോകാം അല്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ ശരിയെന്ന് സമ്മതിച്ചപ്പോൾ ഇവരെന്നെ പിടിച്ചുകൊണ്ട് പോവാണ്. ഇവരുടെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ചായ മാത്രമല്ല, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വീടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അളവ്, ആഴം. അവിടെ ഒന്നുമില്ല. അന്ന് വൈകിട്ട് കഴിക്കാൻ വെച്ചിരിക്കുന്ന ആ വീട്ടിലെ അംഗങ്ങൾക്ക് വെച്ചിരിക്കുന്ന കുറേ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു കട്ടിൽ പോലെ ഒരു തിണ്ണയുണ്ട് അവിടെ, അതിൽ നിരത്തി വെച്ച് നമ്മളെല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ടാണ് കഴിക്കുക. കൈ കഴുകിക്കുന്നു, മകനെ വിളിച്ച് എൻ്റെ കൈ കഴുകാൻ ആവശ്യപ്പെടുന്നു, ചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് വയ്ക്കുന്നു, ഈ പലഹാരങ്ങളെല്ലാം നിരത്തി വയ്ക്കുന്നു. ഇത് കഴിക്കാതെ വിടുന്നില്ല. ഞാനാകെ പെട്ടുപോയി. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡ്രൈവർ ഇറങ്ങി വന്നു പിന്നാലെ. ഡ്രൈവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഈ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, വളരെ സന്തോഷമായി, ഇനി യാത്ര തുടരുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് നിർത്തിയിട്ട് ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, എൻ്റെ തുടർന്നുള്ള യാത്രയ്ക്ക് വേണ്ടി, ഞാൻ സുരക്ഷിതമായി വീട്ടിലെത്തുന്നതിന് വേണ്ടി, ഇത്രയും യാത്രകൾ ചെയ്യാൻ എനിക്ക് ദൈവം അനുഗ്രഹം തന്നതിനൊക്കെ അവർ പ്രാർത്ഥിക്കുകയാണ് എന്നെ ചേർത്ത് നിർത്തിയിട്ട്. എന്നിട്ട് എന്നെ യാത്രയാക്കുന്നു. അപ്പോൾ ഞാൻ യാത്രയാക്കുന്നതിന് മുമ്പ് അവിടുത്തെ ചില ഫ്രൂട്ട്സ് വഴിയരികിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകുന്നത് നല്ലതല്ലേ? ഇത്രയും സൽക്കരിച്ച ഒരു അമ്മയ്ക്ക് എന്തെങ്കിലും നമ്മൾ ഒരു സ്നേഹോപഹാരമായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഡ്രൈവറെ കൊണ്ട് ആ കൂടെ ഫ്രൂട്ട്സ് എടുത്ത് വീട്ടിലേക്ക് വെപ്പിച്ചിരുന്നു. തിരിച്ച് ഞാൻ വണ്ടിയിൽ ചെല്ലുമ്പോൾ അത്ഭുതപ്പെട്ട കാര്യം, ഈ വണ്ടിക്കകത്ത് മറ്റ് ഒരു തരം പഴത്തിൻ്റെ 2 കൂട നിറയെ പഴം വെച്ചിരിക്കുന്നു. ഞാൻ ഡ്രൈവറോട് ചോദിച്ചത് എന്താ സംഭവം എന്ന്. അപ്പോൾ പറഞ്ഞു, ഈ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഒരു ആചാരം, നിങ്ങൾക്ക് 1 കൊട്ട പഴം സമ്മാനമായിട്ട് തന്നാൽ തിരിച്ച് 2 കൊട്ട പഴം കൊടുത്തു വിടണമെന്നാണ് അത്രേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറയൂ, ഇതിലേതാണ് സുന്ദരമായ രാജ്യം? തജിക്കിസ്ഥാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായൊരു നാടാണ്. ജീവിത അവസാനം വരെ ഞാൻ ഓർമ്മിക്കുന്ന ഒരു വൃദ്ധയാണ് ആ മുത്തശ്ശി.